الحمدلله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون. ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികൾ, നശ്വരമായ ഐഹിക ജീവിതത്തിൻ്റെ മുഴുവൻ രംഗങ്ങളിലും നമ്മയെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിതം നയിക്കണമെന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ലോകം ഒരു പുതിയ വർഷത്തെ വരവേറ്റ് അതിൻ്റെ തൊട്ടടുത്ത ദിവസത്തിലാണ് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. 2026 ആദ്യത്തെ ജുമുഅക്കാണ് നമ്മൾ സാക്ഷികളായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു വർഷം അവസാനിക്കുന്നതോടുകൂടെ തന്നെ പുതിയ ഒരു വർഷം പിറവിയെടുക്കുന്നതിനോടനുബന്ധിച്ച് നമ്മുടെ നാടുകളിൽ പല രീതിയിലാണ് ആളുകൾ അതിനെ സമീപിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് സാധാരണയിൽ നിന്നും ഒരു വ്യത്യാസവുമില്ലാതെ ഒരു ദിവസം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ അതിനെ നോക്കിക്കണ്ടവരുണ്ട്. അതേപോലെ തന്നെ ചില വ്യക്തിഗതമായ ചില തീരുമാനങ്ങളും മറ്റുമൊക്കെ ആയിക്കൊണ്ട് അടുത്ത വർഷം ഇങ്ങനെയാവണം, അങ്ങനെ ആയിക്കൂടാ എന്ന രൂപത്തിലൊക്കെയുള്ള പുതിയ തീരുമാനങ്ങളുമായിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളുമുണ്ട്. പക്ഷെ ഈ ഒരു ദിവസം മാറുന്ന അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ലോകത്ത് നടന്ന പേക്കൂത്തുകൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പരമാവധി ആനന്ദിക്കുക, അർമാദിക്കുക, ആഹ്ലാദിക്കുക എന്നതിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. മുഴുവൻ ആളുകളും അങ്ങനെ എന്ന അർത്ഥത്തിലല്ല, പൊതുവെ അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുവരുന്നത്. മതത്തിന്റെ സദാചാര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഏതു വിധേനയും ആസ്വദിക്കാം, ആനന്ദിക്കാം എന്ന രൂപത്തിലാണ് ആളുകൾ പോയിട്ടുള്ളത്. സ്ത്രീ പുരുഷ ബന്ധങ്ങളിലെ എല്ലാ അതിർവരമ്പുകളെയും ലംഘിച്ചുകൊണ്ട് വളരെ വൃത്തികെട്ട രൂപത്തിൽ ഒരു പുതുവർഷത്തിന്റെ തുടക്കത്തെ ആസ്വദിച്ച് തീർത്താം ഒട്ടേറെ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അതിനുവേണ്ടി ട്രെയിനുകളിലും മറ്റ് വാഹനങ്ങളിലുമൊക്കെയായി
ആളുകൾ ഇതിന് പ്രത്യേകമായി സജ്ജമാക്കിയിട്ടുള്ള പ്രദേശങ്ങളിൽ ഒരുമിച്ച് കൂടുകയും അവിടെ എല്ലാത്തരം അഴിഞ്ഞാട്ടങ്ങളിലും പങ്കെടുക്കുകയും ചെയ്ത ആളുകൾ നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ നമ്മുടെ പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ അത്തരം ആളുകൾ ചിലപ്പോൾ പോയിട്ടുണ്ടാവാം. ഇവിടെ നമ്മൾ കൃത്യമായി കൊണ്ട് ഈ ദിവസത്തിന്റെ തുടർച്ചയെന്നോണം അതിന്റെ കണക്കുകളും മറ്റുമൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡിസംബർ 31 എന്ന് പറയുന്ന ആ ദിവസം കേരളം മദ്യപിച്ച് തുലച്ച് തീർത്തത് 125.64 കോടി രൂപയാണ്. ഇത് ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളിലും മറ്റുമൊക്കെ വരുന്ന കണക്കുകളാണ്. അതല്ലാത്ത വിവിധ കണക്കുകൾ വേറെയും ഉണ്ടാവാം. ഇതിനൊക്കെ പുറമെയാണ് രാസലഹരി എന്നൊക്കെ വളരെ ലഘൂകരിച്ച് പറയുന്ന, യുവാക്കളെയൊക്കെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന, പുതുതലമുറയെ ഏറെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് ലഹരി വസ്തുക്കളും. ഇവിടെ വരും തലമുറയുടെ നാശത്തിന് നേരെ കണ്ണടക്കുവാൻ ഈമാനുള്ള ഒരു സമൂഹത്തിന് സാധ്യമല്ല എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരു തലമുറയുടെ നാശം അത് വളരെ അപകടകരമായ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു കേവലം ഒരു പുതുവത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു വിഷയം മാത്രമല്ല. നമ്മുടെ നാടുകളിൽ നമ്മളൊക്കെ പലപ്പോഴും ഇതിന്റെ ആശങ്കകൾ പലപ്പോഴും പങ്കുവെക്കാറുണ്ട്. സുബോധമുള്ള ഒരു സമൂഹം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ നേരെ കണ്ണടക്കുവാൻ, നിസ്സംഗതയോടുകൂടി നോക്കി നിൽക്കുവാൻ വിശ്വാസമുള്ള, ഈമാനുള്ള ആളുകൾക്കൊരിക്കലും സാധ്യമല്ല. മദ്യവും ലഹരിയുമൊക്കെ മനുഷ്യന്റെ ജീവിതത്തിലെ പല രംഗങ്ങളിലും ആളുകൾ ഉപയോഗിച്ചു വരുന്നു. ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതേപോലെ തന്നെ വിനോദയാത്രകളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ അതിനോടനുബന്ധിച്ചെല്ലാം മദ്യം വിളമ്പുന്ന സാഹചര്യങ്ങൾ നമ്മുടെ നാടുകളിൽ നമ്മൾ കണ്ടുവരുന്നു. ഇവിടെ അത് ഉപയോഗിക്കുന്ന ആളുകളുടെ പ്രായം കുറഞ്ഞു വരുന്നു എന്നതാണ് നമ്മളെ ഏറെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വിവിധ തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു വരുന്ന ആളുകളുടെ പ്രായം കുറഞ്ഞു വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുരുന്നുകൾ, നമ്മുടെ വീടുകളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മക്കൾ, അവർ ലഹരിയുടെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു. അത് ഉപയോഗിക്കുന്ന ആളുകളോ അതേപോലെ തന്നെ വിതരണക്കാരോ ഒക്കെയായി എന്റെയും നിങ്ങളുടെയും ഒക്കെ മക്കൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പലപ്പോഴും രക്ഷിതാക്കൾ പലപ്പോഴും ഇത് അറിയാതെ പോകുന്നു. നമ്മൾ കൃത്യമായി കൊണ്ട് ഈ രംഗത്ത് സാമൂഹികമായ ഒരു പ്രതിരോധം തീർക്കുക എന്നത് വളരെ അനിവാര്യമായ, നിർബന്ധമായ ഒരു സംഗതിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും ഒക്കെ ഈ ലഹരിയിൽ നിന്ന് മുക്തമാക്കേണ്ട ഒരു ബാധ്യതയുള്ള ആളുകൾ എന്ന നിലയ്ക്ക് ഇതിന്റെ അപകടാവസ്ഥയിൽ നിന്ന് അവരൊക്കെ രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ വീടുകളിലേക്ക് അത് കടന്നു വരുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിക്കൂടാ. നമ്മുടെ വീടുകളിലേക്ക്, നമ്മുടെ വീടുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് അവർ നമ്മുടെ വീടുകളിൽ മാത്രമല്ല അവർ വളർന്നു വരുന്നത്. അവരുടെ ചില സാഹചര്യങ്ങൾ, അവരുടെ ചുറ്റുപാടുകൾ, അവർ പഠിച്ചു വരുന്ന സ്ഥാപനങ്ങൾ, അവർ യാത്ര ചെയ്യുന്ന ഇടങ്ങൾ, ഇങ്ങനെ പലയിടങ്ങളിലും ഇതിനുള്ള ലഭ്യത ഉണ്ട് എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ ദിശാബോധമുള്ള സർക്കാരുകൾ കൃത്യമായിക്കൊണ്ട് ലഹരിക്കെതിരായിക്കൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കണം. ഇത് കേവലം ഒരു രാഷ്ട്രീയമായ ഒരു വിഷയമല്ല. ദിശാബോധമുള്ള സർക്കാരുകൾ കൃത്യമായിക്കൊണ്ട് മനുഷ്യ സമൂഹത്തെ വിമോചിപ്പിക്കുവാൻ വേണ്ടി, മനുഷ്യ സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി കൃത്യമായിക്കൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ തെരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രകടന പത്രികകളിൽ ഘട്ടം ഘട്ടമായി കൊണ്ട് മദ്യം നിരോധിക്കുമെന്നൊക്കെ പ്രഖ്യാപിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ കടലാസുകളിൽ ഒതുങ്ങുകയാണ് ചെയ്യാറ്. നമ്മൾ എത്ര കാലമായി ഘട്ടം ഘട്ടമായി മദ്യം നിരോധിക്കും കേട്ടിട്ടുള്ളത്? പലപ്പോഴും മദ്യത്തെ വ്യാപകമാക്കുന്ന തരത്തിലുള്ള പ്രവണതകളാണ് വരുമാനത്തിന്റെ പേരിൽ സർക്കാരുകൾ കൈക്കൊള്ളാറുള്ളത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മെ രക്ഷപ്പെടുത്തുവാൻ നമ്മളാണുള്ളത് എന്ന ഒരു ബോധം നമുക്കുണ്ടാവണം. അതേതെല്ലാം തരങ്ങളിലായിരുന്നാലും ശരി. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഒരുപാട് കൊലപാതകങ്ങൾ നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല കൊലപാതകങ്ങളുടെയും പിന്നിൽ നാം പരിശോധിച്ചു നോക്കിയാൽ ലഹരിയാണ് വില്ലൻ എന്ന് കാണാൻ സാധിക്കും.
ബലാത്സംഗങ്ങളുടെ പിന്നിൽ നോക്കിയാലും അത് നമുക്ക് കാണാൻ കഴിയും. വിവിധങ്ങളായ സാമ്പത്തികമായ തട്ടിപ്പുകൾ, പിടിച്ചുപറി, അതേപോലെ തന്നെ മോഷണം, വാഹനാപകടങ്ങൾ, വിവാഹമോചനങ്ങൾ എന്ന് തുടങ്ങി സാമൂഹികമായ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലഹരിയെക്കുറിച്ച്, മദ്യത്തെക്കുറിച്ച് പറഞ്ഞത് അൽ ഖംറു ഉമ്മുൽ ഖബായിസ്. ഉമ്മുൽ ഖബായിസ് ആണ് ഈ ലഹരി എന്ന് പറയുന്നത്. ഉമ്മ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാതാവാണ്. ഖബായിസ്, ഖബീസത്ത് എന്ന് പറഞ്ഞാൽ തിന്മകളാണ്. തിന്മകളുടെ മാതാവാണ് ലഹരി എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ലഹരി ഒരു തിന്മയാണ് എന്നല്ല പ്രവാചകൻ പഠിപ്പിച്ചത്. ലഹരി സകലവിധ തിന്മകൾക്കും ജന്മം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു മാതാവാണ്. ഒരു മാതാവിന്റെ റോളിലാണ് ലഹരിയെ അള്ളാഹുവിന്റെ പ്രവാചകൻ അവതരിപ്പിച്ചത്. ഉമ്മുൽ ഖബായിസ്, തിന്മകളുടെ മാതാവ്, സകല തിന്മകളുടെയും മാതാവായിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരിക്കൽ പറഞ്ഞു, ഇജ്തനിബുൽ ഖംർ, നിങ്ങൾ ലഹരി വെടിയണം, ഒഴിവാക്കണം. ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർരിൻ, സകല തിന്മകളുടെയും താക്കോലാണത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു. തിന്മകളുടെ കവാടങ്ങളിലേക്ക്, തിന്മകളിലേക്ക് കടന്നു ചെല്ലുവാനുള്ള, അത് തുറന്ന് കടന്നു ചെല്ലുവാനുള്ള ഒരു താക്കോലായിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ഇതിനെ കാണണം. ലഹരി ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉമ്മയാരാണ്, പെങ്ങളാരാണ്, ഭാര്യയാരാണ് എന്ന വ്യത്യാസമൊന്നും അവർക്കുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചറിയാത്ത ഒരു സമൂഹമായിക്കൊണ്ട് നമ്മുടെ സമൂഹം മാറാൻ പാടില്ല. ബുദ്ധി മറച്ച് സുബോധമുള്ള ആളുകളെ അങ്ങനെയുള്ള ബോധത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് അവരുടെ ബുദ്ധിക്ക് മറയിടുകയാണ് സത്യത്തിൽ ലഹരി വസ്തുക്കളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഖംർ എന്ന പദം വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത്. അറബി ഭാഷയിൽ നമുക്കറിയാം മദ്യം എന്നാണ് നമ്മൾ പൊതുവെ അർത്ഥം പറയാറ്. ഖംർ എന്നതിന് മറക്കുന്നത് എന്നാണ് അർത്ഥം. മറക്കുക, മറയിടുക എന്നൊക്കെയാണ് അർത്ഥം. ഖമറ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന ഒരു പദമാണ് ഖംർ എന്നത്. ഖമറ എന്ന് പറഞ്ഞാൽ മറച്ചു എന്നാണ്. അതുകൊണ്ടാണ് നമ്മുടെ സഹോദരിമാർ ധരിക്കുന്ന ശിരോവസ്ത്രത്തിന് അറബി ഭാഷയിൽ ഖിമാർ എന്ന് ഉപയോഗിക്കുന്നത്. മറക്കുന്ന വസ്ത്രം, ശിരസിനെ മറക്കുന്ന വസ്ത്രം, ശിരോവസ്ത്രം, അതിന് ഖിമാർ എന്നാണ് അറബി ഭാഷയിൽ ഉപയോഗിക്കുന്നത്. വിശുദ്ധ ഖുർആനിലും അങ്ങനെ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ബുദ്ധിയെ മറച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്, ബുദ്ധിക്ക് മറയിടുന്ന ഒരു വസ്തുവാണ് സകല ലഹരി വസ്തുക്കളും. മദ്യം എന്ന് പറഞ്ഞാൽ അതിന് പുറമെ ലഹരി ഉണ്ടാക്കുന്ന എന്തെല്ലാം സംഗതികളുണ്ടോ അതെല്ലാം മനുഷ്യന്റെ ബുദ്ധിയെ മറച്ചുകൊണ്ടിരിക്കുന്നതാണ്. കേവലം ഒരു പാനീയം മാത്രമല്ല ഇതിൽ പെടുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അന്ന് ആളുകൾ ഉപയോഗിച്ചിരുന്ന പാനീയ രൂപത്തിലുള്ള ലഹരി വസ്തുക്കളായിരുന്നെങ്കിൽ വ്യത്യസ്തമായ പേരുകളിൽ പുതിയ രൂപത്തിലും ഭാവത്തിലും അത് ആളുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലയശ്റബന്ന നാസു മിൻ ഉമ്മത്തി അൽ ഖംറ യുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ. എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ, വിശേഷമ പറയുന്നത് നോക്കൂ നിങ്ങൾ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ മദ്യപിക്കുക തന്നെ ചെയ്യും, ഖംർ കുടിക്കുക തന്നെ ചെയ്യും. യുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ, മറ്റു പല പേരുകളിലുമായിരിക്കും അത്. അതിനവർ വേറെ പേരുകളൊക്കെ നൽകും. ഖംർ എന്ന് പേര് നൽകിയില്ല എങ്കിലും അതിന്റെ ഗുണം ലഭിക്കുന്ന തരത്തിൽ അതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. പേരൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, നമ്മുടെ സർക്കാർ തന്നെ പ്രഖ്യാപിച്ചൊരു കാര്യം, പേര് നിർദ്ദേശിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ, അങ്ങനെ പേര് തെരഞ്ഞെടുക്കപ്പെട്ടാൽ അതിന് പ്രത്യേകമായ പാരിതോഷികവും മറ്റുമൊക്കെ സർക്കാർ ഓഫർ ചെയ്തൊരു കാലമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറെന്തെങ്കിലുമൊക്കെ പേര് നൽകിക്കൊണ്ട് അതിനെ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഇത് പ്രവാചകന്റെ ഉമ്മത്തിനെ കുറിച്ചാണ് പ്രവാചകൻ പറഞ്ഞത് എന്ന് ഓർക്കുമ്പോൾ എന്തായിരിക്കും അതിന്റെ ഗൗരവം എന്ന് ആലോചിച്ച് നോക്കുക. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് വേറെ ഒരു റിപ്പോർട്ടിൽ കാണാം, കുല്ലു ശറാബിൻ ഉസ്കിറ ഫഹുവ ഹറാമുൻ. ലഹരി ഉണ്ടാക്കുന്ന സകല പാനീയവും നിഷിദ്ധമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. അതേപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞത് കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു ഖംറിൻ ഹറാമുൻ. ലഹരി ഉണ്ടാക്കുന്നതെല്ലാം ഖംറാണ്, ലഹരി ഉണ്ടാക്കുന്നതെല്ലാം ഖംറാണ്. അപ്പൊ ഖംർ എന്ന് പറഞ്ഞാൽ കേവലം ഒരു പാനീയം മാത്രമല്ല. കുല്ലു മുസ്കിരിൻ ഖംറുൻ, ലഹരി ഉണ്ടാക്കുന്നതെല്ലാം ഖംറാണ്. വകുല്ലു ഖംറിൻ ഹറാമുൻ, എല്ലാ ഖംറും ഹറാമു തന്നെയാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതായിട്ട് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ലഹരി ഉണ്ടാക്കുന്നത് ഒക്കെ മദ്യമാണ് എന്നും സകല മദ്യവും നിഷിദ്ധമാണ് എന്നും ഒക്കെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അവിടെ സ്വദേശിയെന്നോ വിദേശിയെന്നോ ഒന്നും ഒരു വ്യത്യാസവുമില്ല എന്ന് നാം ഇവിടെ തിരിച്ചറിയണം.
ഇവിടെ പല പേരുകളാണ് നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കൃത്യമായ ഒരു ജാഗ്രതയും ഗൗരവവും ഈ വിഷയത്തിൽ ഉണ്ടാവണം എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ യുവതലമുറ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഗൗരവപൂർവ്വം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല. ഇതിന് മാറ്റമുണ്ടാവണം. എങ്ങനെ മാറ്റമുണ്ടാകും? ഈ ലഹരിയിൽ നിന്ന്, മദ്യത്തിൽ നിന്ന് ഈ സമൂഹത്തെ വിമോചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് സുബോധമുള്ള ആളുകൾ എല്ലാവരും. പക്ഷെ എങ്ങനെയാണ് ഈ സമൂഹത്തെ അതിൽ മോചിപ്പിക്കാൻ സാധിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന ഒരു സമൂഹത്തെ നമുക്കറിയാമല്ലോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെട്ട ആ സമൂഹത്തിന്റെ അവസ്ഥ നമുക്കെല്ലാം അറിയാം. 3 Wകളിൽ ഒതുങ്ങി നിന്നിരുന്നൊരു സമൂഹം. യുദ്ധവും സ്ത്രീയും അതേപോലെ തന്നെ മദ്യവും അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരുന്നൊരു സമൂഹമായിരുന്നു അവര്. അതിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണോ അവരെ സംസ്കരിച്ചെടുത്തത്, ആ വിധത്തിൽ നമ്മുടെ സമൂഹത്തെ നമുക്ക് സംസ്കരിക്കാൻ കഴിയും. ഇവിടെ നോക്കൂ നിങ്ങൾ, പ്രവാചകൻ വന്ന സമയത്ത് മൂക്കറ്റം മദ്യത്തിൽ മുങ്ങിപ്പോയൊരു സമൂഹമായിരുന്നു അവര്. കവികൾ നമുക്കറിയാം, അവരുടെ കവിതകളിലൊക്കെ മദ്യത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ കാണാൻ സാധിക്കും. മദ്യത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ നമുക്ക് കാണാൻ സാധിക്കും. മദ്യം വിളമ്പുന്ന പാത്രങ്ങളെ വർണ്ണിച്ചുകൊണ്ടുള്ള കവിതകൾ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മദ്യം വിളമ്പുന്ന സദസ്സുകൾ എമ്പാടും ഉണ്ടായിരുന്നു അവിടെ. മരണപ്പെട്ടു കഴിഞ്ഞാൽ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ തന്നെ മറമാടണം എങ്കിൽ ആ മുന്തിരിവള്ളിയിൽ നിന്ന് വരുന്ന അതിന്റെ വേരുകളിലൂടെ ആ ലഹരിയുടെ അംശം എന്റെ മരണശേഷം എനിക്ക് ആസ്വദിക്കാമല്ലോ എന്ന രൂപത്തിൽ വസിയത്ത് ചെയ്തു പോയിരുന്ന കവികൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. എത്രമാത്രം അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി ആ ലഹരി മാറിയിരുന്നു നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ആ സമൂഹത്തെയാണല്ലോ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസ്കരിച്ചത്. ആ സമൂഹത്തെ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസ്കരിച്ചത് എങ്ങനെയാണോ ആ വിധത്തിൽ ഇന്നത്തെ സമൂഹത്തെയും സംസ്കരിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തുന്നതിന് ഒരു പ്രയാസവുമില്ല എന്ന് നാം തിരിച്ചറിയണം. അതിനുള്ള മുൻഗണനാക്രമങ്ങളും മാതൃകളും സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റയടിക്ക് മദ്യം നിരോധിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് അള്ളാഹു ആരാണ് എന്ന് പരിചയപ്പെടുത്തി, പടച്ചവനെ കുറിച്ച് പരിചയപ്പെടുത്തി, പടച്ചവന്റെ സാന്നിധ്യത്തെക്കുറിച്ച്, പടച്ചവന്റെ അറിവിനെക്കുറിച്ച്, പടച്ചവന്റെ ശക്തിയെക്കുറിച്ച്, മഹത്വത്തെക്കുറിച്ച്, കഴിവുകളെക്കുറിച്ചൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ അവരെ കൃത്യമായി കൊണ്ട് ബോധവൽക്കരിച്ചു. അതേപോലെ തന്നെ ജീവിതത്തിന്റെ ഈ ജീവിതം എന്ന് പറയുന്നത് ഈ ദുനിയാവ് മാത്രമല്ല എന്നും മരണാനന്തരമുള്ളതാണ് ശരിയായ ജീവിതം, മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് കൃത്യമായി കൊണ്ട് ബോധ്യപ്പെടുത്തുകയും അങ്ങനെ മരണാനന്തര ചിന്തയും പരലോക ചിന്തയും ഒക്കെ അവർക്ക് നൽകിക്കൊണ്ട് കൃത്യമായ ദൈവിക ബോധവും പരലോക വിശ്വാസവും നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സംസ്കരിക്കുകയുണ്ടായി. നോക്കൂ നിങ്ങൾ, വിവിധ ഘട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മദ്യം നിരോധിച്ചതിന്റെ വിവിധ ഘട്ടങ്ങൾ നമുക്കൊക്കെ പരിചിതമാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറയിലെ 219 വചനത്തിൽ അള്ളാഹു പറയുന്നത് യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ, മദ്യത്തെക്കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചുമൊക്കെ പ്രവാചകരെ താങ്കളോട് അവർ ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ താങ്കൾ പറയേണ്ടത് ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വ മനാഫിഉ ലിന്നാസ്, താങ്കൾ അവരോട് പറയേണ്ടത് ഫീഹിമാ ഇസ്മുൻ കബീറുൻ, ഗുരുതരമായ പാപമുണ്ടെന്ന് അവരോട് പറയണം. ഇതിൽ ഗുരുതരമായ പാപമുണ്ട്, ദോഷവശമുണ്ട് എന്നവരോട് പറഞ്ഞു ബോധ്യപ്പെടുത്തണം. വ മനാഫിഉ ലിന്നാസ്, ആളുകൾക്ക് ചില പ്രയോജനങ്ങളും ഉണ്ടാകും. താൽക്കാലികമായിക്കൊണ്ട് അവരുടെ പ്രയാസങ്ങളും മറ്റുമൊക്കെ മറന്നുപോകുവാൻ അവർക്ക് സാധിക്കും. കാരണം അവരുടെ ബുദ്ധിയെ അത് മറച്ചു കളയുന്നു. സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ തൽക്കാലം ഒന്ന് മറച്ചു വെക്കാൻ ഒരുപക്ഷെ സാധിച്ചേക്കാം. പക്ഷേ ആ ഉപകാരത്തിന്റെ വശത്തേക്കാൾ കൂടുതൽ അതിന്റെ പ്രയോജനത്തിന്റെ വശത്തേക്കാൾ അതിന്റെ ദോഷവശമാണ് ഏറ്റവും വലുത് എന്നവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഒന്നാമത്തെ ഘട്ടം അതായിരുന്നു മദ്യം നിരോധിച്ചത്. ചില നന്മകളൊക്കെ നിങ്ങൾക്കുണ്ടായേക്കാം, തിന്മകളുമുണ്ട്. അതിൽ തിന്മയുടെ വശമാണ് അതിൽ ഏറ്റവും കൂടുതൽ, നിങ്ങൾക്ക് ദോഷകരമായ ഭാഗമാണ് അതിൽ കൂടുതൽ എന്ന് ആദ്യം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അപ്പൊ കുറെ ആളുകളൊക്കെ എങ്കിൽ ദോഷകരമായ ഒരു ഭാഗമാണെങ്കിൽ നമുക്കത് ഒഴിവാക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഒഴിവാക്കിയ ആളുകൾ ഉണ്ടായിരുന്നു. എന്നാലും പരിപൂർണമായും അവിടെ മദ്യം നിരോധിച്ചിട്ടുണ്ടായിരുന്നില്ല. നമസ്കാരത്തിലൊക്കെ പല ആളുകളും മദ്യപിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വന്നിരുന്നു. അങ്ങനെ ഇരിക്കെ രണ്ടാമത്തെ ഘട്ടം വിശുദ്ധ ഖുർആനിന്റെ സൂക്തം അള്ളാഹു അവതരിപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു
ലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാറ. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത്. വഅൻതും സുകാറ, നിങ്ങൾ ലഹരി ബാധിച്ചവരെന്ന നിലയിൽ, ലഹരി ബാധിച്ചവരായിക്കൊണ്ട് നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത്. ഹത്താ തഅലമു മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് ബോധമുണ്ടാകുന്നത് വരെ നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത്. അപ്പൊ സുബോധത്തോടു കൂടിയായിരിക്കണം നമസ്കാരത്തിലേക്ക് വരേണ്ടത് എന്നർത്ഥം. പറയുന്നത് എന്താണോ അതിനെക്കുറിച്ചുള്ള ധാരണ നിങ്ങൾക്കുണ്ടാവണം. ആ രീതിയിൽ നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരണം. അല്ലാതെ നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരരുത് എന്ന് പറഞ്ഞപ്പോൾ കുറെ ആളുകൾ നമസ്കാരത്തിന്റെ സമയത്തിനനുസരിച്ച് മദ്യപാനത്തിന്റെ സമയം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതാണ് രണ്ടാമത്തെ ഘട്ടം. അവിടെയും പരിപൂർണമായും മദ്യം നിരോധിച്ചിട്ടില്ല. നമസ്കരിക്കുന്ന സമയമാകുമ്പോഴേക്ക് ലഹരി തീരാവുന്ന വിധത്തിൽ അവർ ലഹരി ഉപയോഗിച്ചു. അങ്ങനെ 4-5 നേരത്തെ നമസ്കാരത്തിന്റെ സമയം അതൊക്കെ പരിഗണിച്ചുകൊണ്ട് മദ്യത്തെ ക്രമേണ അവർ ചുരുക്കിക്കൊണ്ടുവന്നു. പിന്നെ മൂന്നാമത്തെ ഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ. ഇതൊക്കെ പൈശാചികമായ മ്ലേച്ഛമായ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. പൈശാചികമായ മ്ലേച്ഛമായ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. ഫജ്തനിബിഹു, അത് നിങ്ങൾ ഒഴിവാക്കണം. എങ്കിൽ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. ഒരു സമൂഹത്തിന് വിജയിക്കണമെങ്കിൽ പരിപൂർണമായും മദ്യം നിരോധിക്കണം. എങ്കിലേ ഒരു സമൂഹത്തിന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംറി വൽ മൈസിർ. പിശാച് മദ്യത്തിലൂടെയും അതേപോലെ തന്നെ ചൂതാട്ടത്തിലൂടെയും ഒക്കെ നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കുവാനാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. വയസുദ്ദക്കും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാത്ത്, നമസ്കാരത്തിൽ നിന്നും ദൈവസ്മരണയിൽ നിന്നും നിങ്ങളെ തെറ്റിച്ചു കളയുവാനുമാണ് പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 2 ഭാഗങ്ങൾ, 2 തിന്മയുടെ വശങ്ങൾ ഇവിടെ ഖുർആൻ പരിചയപ്പെടുത്തി. അതിലൊന്ന് ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ട ചില സംഗതികളാണ്. നിങ്ങൾ മദ്യപിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഒരുമിച്ചായിരിക്കും, സംഘടിതമായിക്കൊണ്ടിരിക്കും നിങ്ങൾ മദ്യപിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സൗഹാർദ്ദങ്ങൾ പുതുക്കുവാൻ, അതേപോലെ തന്നെ ആനന്ദിക്കുവാൻ, ആസ്വദിക്കുവാൻ വേണ്ടിയൊക്കെ ആയിരിക്കും നിങ്ങൾ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന്റെ അനന്തരഫലം എന്തായിരിക്കും? നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാകും. മദ്യപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോധം നഷ്ടപ്പെടും. അങ്ങനെ ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളെ തന്നെ നിങ്ങൾ കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും അതുവഴി പിശാചുണ്ടാക്കും. ഇത് ഭൗതികമായ ഒരു വശമാണ്. എങ്കിൽ അതിന്റെ മതപരമായ വശമാണ് പിന്നീട് ഖുർആൻ വിശദീകരിക്കുന്നത്. വയസുദ്ദക്കും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാത്ത്, ദൈവസ്മരണയിൽ നിന്ന്, അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധത്തിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും അത് നിങ്ങൾ അകറ്റിക്കളയും. എന്നിട്ട് ഖുർആൻ ചോദിച്ചു, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് വിരമിക്കാനായില്ലേ? ഫഹൽ അൻതും മുൻതഹൂൻ, വിശുദ്ധ ഖുർആൻ മദ്യം നിരോധിച്ച അവസാനത്തെ ആയത്താണ്. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് ഇനിയും വിരമിക്കാനായില്ലേ എന്ന് ചോദിച്ചു. ഈ ആയത്ത് അവതരിച്ചതോടുകൂടി പരിപൂർണമായും മദ്യത്തെ ഒഴിവാക്കുവാൻ അവർ തയ്യാറായി. ഇൻതഹൈനായ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങൾ ഇതാ വിരമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മദ്യത്തെ പരിപൂർണമായും മാറി നിൽക്കുവാൻ അവർ തയ്യാറായി എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പരിപൂർണമായും അതിൽ നിന്ന് വിട്ടുനിന്നു. കഴിച്ച മദ്യം കൃത്രിമമായി കൊണ്ട് ഛർദ്ദിച്ചുകൊണ്ട് പുറത്തേക്ക് കളയുവാൻ വേണ്ടി ശ്രമിച്ചു. അതേപോലെ തന്നെ അവരുടെ മദ്യത്തിന്റെ വീപ്പകളും മറ്റുമൊക്കെ തച്ചുടച്ചുകൊണ്ട് അതിലെ ലാഭമോ നഷ്ടമോ ഒന്നും നോക്കാതെ ഒഴിവാക്കുവാൻ അവർ തയ്യാറായി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ആ മദ്യത്തിന്റെ വീപ്പകൾ തട്ടി മാറ്റി അത് ഒഴുക്കിവിട്ട സ്ഥലങ്ങളിൽ വളർന്നു വന്ന പുല്ല്, അത് കഴിച്ച ഒട്ടകത്തിന്റെ മാംസം കഴിക്കാൻ പറ്റുമോ എന്ന് പ്രവാചകനോട് മതവിധി ചോദിക്കുന്ന സാഹചര്യത്തിലേക്ക് അവർ വളർന്നു വന്നു. അത്രത്തോളം സൂക്ഷ്മതാബോധമുള്ള ആളുകളായിക്കൊണ്ട് അവർ മാറി. ഇവരെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മാറ്റിയെടുത്തത് എന്ന് ചോദിച്ചാൽ, അതേ വിഷയത്തിലൂടെ നമുക്ക് നമ്മുടെ സമൂഹത്തെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നതാണ്. അതുകൊണ്ട് നാം കൃത്യമായിക്കൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാവുക. നമ്മുടെ ചുറ്റുപാടിലുള്ള നമ്മുടെ യുവാക്കളെ, അതേപോലെ തന്നെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ കൃത്യമായി ദൈവിക ബോധമുള്ള ആളുകളാക്കിക്കൊണ്ട് മാറ്റുക എന്നതാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം നമ്മുടെ മക്കൾക്ക് പകർന്നു നൽകുക എന്നതാണ്. നമുക്കും അതേപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങൾക്കും അതിനുള്ള ബോധം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, പലപ്പോഴും ഈ വിശ്വാസപരമായ സംസ്കരണത്തിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമൂഹത്തെ സംസ്കരിക്കുകയുണ്ടായി. ചില ആളുകളെങ്കിലും വിചാരിക്കാറുണ്ട്, ഞാൻ മദ്യപിക്കുന്നില്ല എങ്കിലും മദ്യപിക്കുന്ന ആളുകളുടെ കൂടെയാണ്, അതുകൊണ്ട് ഞാൻ എന്റെ കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളാം എന്ന രൂപത്തിലൊക്കെ പല ആളുകളും പറയാറുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിന്റെ എല്ലാ സാഹചര്യങ്ങളും വിട്ടുനിൽക്കുവാൻ വേണ്ടി അവരെ പഠിപ്പിച്ചു.
നോക്കൂ നിങ്ങൾ, കൃത്യമായ ദൈവിക ബോധം പകർന്നു നൽകുന്നതോടൊപ്പം തന്നെ അതിനുള്ള സാഹചര്യങ്ങളിൽ നിന്ന് അവരെ ഇല്ലാതാക്കി മാറ്റിയെടുത്തു എന്നതാണ് പ്രവാചകൻ ചെയ്തൊരു ഒരു നിർദ്ദേശം. നോക്കൂ, പ്രവാചകൻ പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യനാളിലും ആർക്കെങ്കിലും ഒക്കെ വിശ്വാസമുണ്ടെങ്കിൽ ഫലാ യഖ്ഉദ് അലാ മാഇദത്തിൻ തുദാറു അലൈഹിൽ ഖംർ, മദ്യം വിളമ്പുന്ന തീന്മേശയിൽ അവൻ ഇരിക്കാതിരിക്കണം. മദ്യം വിളമ്പുന്ന തീന്മേശയിൽ അവൻ ഇരിക്കരുത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ മദ്യം വിളമ്പുന്ന സദസ്സുകളിൽ അവൻ പോയിരിക്കാൻ പാടില്ല. ഞാൻ കഴിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിൽ അർത്ഥമില്ല. അത്തരം സദസ്സുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. ക്രമേണ നമ്മളും അതിന്റെ ഭാഗമായി മാറിയേക്കാം എന്നതുകൊണ്ടായിരിക്കാം ആ സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ വേണ്ടി പ്രവാചകൻ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. മദ്യത്തിന്റെ പാത്രങ്ങൾ അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിക്കുകയുണ്ടായി. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ, അത്തരം സാഹചര്യം നിന്നൊക്കെ പരിപൂർണമായി വിട്ടുനിന്നുകൊണ്ട് ശരിയായ ഈമാനുള്ള വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കുവാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖ്വ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിതം നയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഒരു വർഷം നമ്മിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളത്തേക്ക് വേണ്ടി എന്താണ് ചെയ്തു വെച്ചത് എന്ന് ഓരോരുത്തരും ഒരാത്മപരിശോധന നടത്തണം എന്നതാണ്. ഈ ആത്മപരിശോധന നമ്മളെക്കുറിച്ച് നടത്തുക. എന്ത് മാറ്റമാണ് കഴിഞ്ഞ ഒരു വർഷത്തിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്? ഇപ്പൊ നമുക്കറിയാലോ, ഒരു വർഷക്കാലം നമ്മൾ എത്ര ജുമുഅയിൽ പങ്കെടുത്തിട്ടുണ്ടാവും? ഒരു വർഷം ഏതാണ്ട് ഒരു 10-50ഓളം ജുമുഅകളിൽ നമ്മൾ മിക്കവാറും പങ്കെടുത്തിട്ടുണ്ടാവും. ഒരുപാട് മാതൃഭാഷയിലുള്ള ഖുതുബകൾ കേട്ട ആളുകളായിരിക്കും നമ്മൾ പലരും. ഒരുപാട് ഉപദേശങ്ങൾ, സതുപദേശങ്ങൾ, വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടേറെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പോയ വർഷത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ശ്രവിച്ച, ഞാൻ കേട്ട ഖുതുബകളിൽ എത്രത്തോളം എൻ്റെ ജീവിതത്തിൽ അത് പ്രയോഗതലത്തിലേക്ക് വന്നിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കുക. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും പരിശോധിച്ച് നോക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ അതിലെത്രത്തോളം പ്രയോഗതലത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നതാണ്. ആ ഒരു ആത്മപരിശോധന എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അവിടെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിൽ മാറ്റം വരുത്തിക്കൊണ്ട് പരിഹരിച്ചുകൊണ്ട് പോകേണ്ടത് നമ്മൾ തന്നെയാണ്. മറ്റൊരാളും അവിടെ പരിഹരിക്കാൻ വേണ്ടി വരാനില്ല. അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ഗൗരവപൂർവ്വം ആലോചിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കുവാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഒട്ടേറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ശാരീരികമായ അവശതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗികളുണ്ട്. അതേപോലെ തന്നെ മാനസികമായ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ കുടുംബപരമായ പ്രയാസങ്ങൾ, സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ആളുകളുടെയും എല്ലാവിധ പ്രയാസങ്ങളും ദൂരീകരിച്ചുകൊണ്ട് ഇഹലോകത്തും പരലോകത്തും സംതൃപ്തമായ സുഖകരമായ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ ഈമാനോടുകൂടി മരണപ്പെട്ടുകൊണ്ട് ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനുള്ള മഹാഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين.